ഹലോ, ജയാസ് വെറൈറ്റി വ്ലോഗ്സിലോട്ട് ഏവർക്കും സ്വാഗതം. ആദ്യം തന്നെ ക്ഷമ ചോദിക്കുന്നു. 2 ദിവസമായി വീഡിയോ ഇട്ടിട്ട്. വേണം നമുക്ക് ഇടായിരുന്നു, പിന്നെ നമ്മൾ ഭയങ്കര റിസ്ക് എടുത്തൊക്കെ ചെയ്യണ്ടല്ലോ എന്ന് ഓർത്തായിരുന്നു കേട്ടോ വീഡിയോ ഇടാഞ്ഞത്. അപ്പോൾ എന്താണേലും നമ്മുടെ ഇന്നത്തെയും കൂടെ വീഡിയോ കൂട്ടിക്കലർത്തിയാണ് ഇന്ന് ഞാൻ വീഡിയോ ഇടുന്നത്. ആദ്യം ഇന്നലത്തെ വീഡിയോ ആണ് തുടങ്ങുന്നത് കേട്ടോ. അപ്പം ഇന്നലെ ഞങ്ങൾ വിചാരിക്കാതെ 2 പേര് വന്നു കേട്ടോ ടൗണിൽ. അങ്ങനെ ഞങ്ങളൊന്ന് ഷോപ്പിംഗ് നടത്തി. അതിന് പോകുന്നതിന് മുമ്പ്, നമ്മൾ എവിടെയെങ്കിലും പോകുന്നതിന് മുമ്പ്, വെയിലത്തൊക്കെ പോകുന്നതിന് മുമ്പ് ഞാൻ എന്താ ചെയ്യുന്നതെന്നുള്ളത് നിങ്ങളുമായിട്ട് ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ട്. അതാണ് മെയിൻ കാര്യം. പിന്നെ ഞങ്ങൾ പോയതും എല്ലാം കാണിച്ചിട്ടുണ്ട് വീഡിയോയിലോട്ട് പോകുന്നതിന് തൊട്ട് മുൻപ് തന്നെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പം നമുക്ക് വീഡിയോ എന്താണെന്ന് കണ്ടു നോക്കാം. അപ്പോഴേ നമ്മൾ ഇന്നൊന്ന് പുറത്ത് പോവാണ്. അപ്പോൾ പുറത്ത് പോകുന്നതിന് മുമ്പായിട്ട് ഞാൻ എന്താ ചെയ്യുന്നതെന്ന് കാണിച്ചു തരാം. അപ്പം ഫസ്റ്റ് തന്നെ നമ്മൾ നമ്മുടെ എന്താണ് ഫസ്റ്റിലെ ഇന്നിപ്പോൾ ഞാൻ ഇതിടുന്നത്. ആദ്യം ഞാൻ ചെയ്യുന്നത് എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മോയ്സ്ചറൈസിങ്. ഇതെല്ലാവരും ഞാൻ കാണിച്ചിട്ടുള്ള കേട്ടോ. ഇനി ആരും കണ്ടില്ല, കേട്ടില്ല, ഞങ്ങൾ അറിഞ്ഞില്ല എന്നൊന്നും പറയില്ല. പുതിയ ആൾക്കാർ നോക്കിക്കേ, ഈ ഒരെണ്ണം മാത്രം വെച്ചാൽ മതി മോയ്സ്ചറൈസിങ് ക്രീം കേട്ടോ. സൂപ്പറാണ്. ഇതിന് വലിയ വിലയില്ല. ഇതിന് എത്രയായിരുന്നെന്ന് ഞാൻ ഓർക്കുന്നില്ല. വലിയ വിലയില്ലായിരുന്നു കേട്ടോ. ചെറിയ ഇതല്ലേ, അതുകൊണ്ട് ഇതിന് വലിയ വിലയില്ലായിരുന്നു. ഇതിൻ്റെ കവർ പോയതുകൊണ്ട് വില ഇതിനകത്ത് കാണുന്നില്ല കേട്ടോ. എന്താന്ന് പറഞ്ഞാലും ഉണ്ട് 85 രൂപയുള്ളൂ കേട്ടോ. കണ്ടോ, 85 രൂപയുടെയാണ്. അടിപൊളി നാച്ചുറൽ അലോവേര മോയ്സ്ചറൈസിങ് കോൾഡ് ക്രീം കേട്ടല്ലോ. എൻറിച്ച്ഡ് വിത്ത് നറിഷസ് ആൻഡ് പ്രൊട്ടക്റ്റ് കുക്കുംബർ എക്സ്ട്രാക്റ്റ്. ഇതാ കേട്ടോ. ഇത് ഞാൻ ഇതിട്ടിട്ടാണ് നമ്മൾ എന്താണേലും ഒന്ന് ഇച്ചിരി ഇട്ടേക്കാം അല്ലേ. ഇത് ഇച്ചിരി ഇടുന്ന ജലദോഷമുള്ളതുകൊണ്ട് ഞാൻ ഇന്ന് ഇച്ചിരി കുറച്ചേക്കുമായിരുന്നു, അതുകൊണ്ടാണ് പറഞ്ഞു കേട്ടോ. അപ്പോൾ ആദ്യം നമ്മൾ ഈ മോയ്സ്ചറൈസിനെ നമ്മൾ സ്കിന്നിനെ മോയ്സ്ചറൈസ് ചെയ്യുക കേട്ടോ. പിന്നെ ഇന്നലെ ഞാൻ വീഡിയോ ഇടാഞ്ഞത് ഞങ്ങൾ സ്ഥലത്തില്ലായിരുന്നു, അതുകൊണ്ടായിരുന്നു കേട്ടോ. പിന്നെ നേരത്തെ വീഡിയോ ഒന്നും എടുത്ത് വെച്ചില്ല, അതുകൊണ്ടാണ് കേട്ടോ. വേണേ ഇടായിരുന്നു, പക്ഷെ ഞാൻ ഓർത്തു ഇന്ന് ഇടാമല്ലോ, കണ്ടന്റ് ഒന്നും ഇന്നലെ ഇല്ലായിരുന്നു, അതുകൊണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ മോയ്സ്ചറൈസ് ചെയ്തു. ഒരു 5-10 മിനിറ്റ് കഴിഞ്ഞിട്ട്, 5-10 സെക്കൻഡ് കഴിഞ്ഞിട്ട് ഇത് മോയ്സ്ചറായി പോയി കഴിഞ്ഞിട്ട് നമ്മൾ സൺ പ്രൊട്ടക്ഷൻ ക്രീം കേട്ടല്ലോ. ഇതിപ്പോൾ ഞാൻ പുറത്ത് പോകുന്ന ഇത് സ്ഥിരം ഞാൻ ഇത് മാത്രം വീട്ടിൽ നിൽക്കുമ്പോൾ കേട്ടല്ലോ. സൺ പ്രൊട്ടക്ഷൻ ഞാൻ പുറത്ത് പോകുമ്പോൾ മാത്രമേ ഇടാറുള്ളൂ. ഇത് വീട്ടിൽ നിൽക്കുമ്പോൾ കുളി കഴിഞ്ഞ് മോയ്സ്ചറൈസ് ഇട്ടിട്ട് നമ്മൾ പൗഡർ ഇടും. അപ്പോൾ ഇപ്പം തന്നെ അത് അങ്ങ് പോയി നീരാവിയായിട്ട്. ഇനി നമ്മുടെ സൺ പ്രൊട്ടക്ഷൻ ഇത് നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഇത് വീട്ടിൽ നിൽക്കുമ്പോൾ ഈ സൺ പ്രൊട്ടക്ഷൻ ക്രീം ഇടണം എന്നുള്ളതാണ്. ഏത് ലൈറ്റിൻ്റെ പ്രകാശവും മുഖത്ത് അടിക്കുമോ എന്നുള്ളതാണ് ശരിക്കും പറഞ്ഞ കേട്ടോ. കയ്യേലും എല്ലാം ഇടണം. ഇത്തിരി വാരി വലിച്ചൊന്നും ഇടുന്ന എനിക്ക് ഇഷ്ടമില്ല കേട്ടോ. കുറച്ചിടുക, അത്ര ഇത് എത്ര വേണേലും ഇടാം, നമ്മുടെ കൈയൊന്നും ഇതാകാതിരിക്കാൻ. മോയ്സ്ചറൈസും കൈക്കൊക്കെ നല്ലതാട്ടോ, കയ്യേലൊക്കെ തേക്കുന്നത്. അപ്പം അങ്ങനെ സൺ പ്രൊട്ടക്ഷൻ ഇട്ട് കഴിഞ്ഞു. ഈ ചുരിദാർ ഈ ഷാള് മാറ്റി വേറൊരു ഷോൾ എനിക്ക് ഇതേ കളറിൽ മേടിക്കണം. ഇതിനകത്തൊക്കെ പൊട്ടിരിക്കുന്നു പിള്ളേർ. ഇരിക്കട്ടെ. അപ്പോൾ അതിൻ്റെ ഇതും കഴിഞ്ഞു. ഇനി നമ്മൾ പൗഡർ ഞാനിങ്ങനെ എഴുതാം കേട്ടോ. പഫ് ഇവിടെ ചേട്ടൻ മാത്രമാണ് പഫ് ഉപയോഗിക്കുന്നത്. ചേട്ടന് പഫ് വേണം. പിന്നെ നമ്മുടെ മൂത്ത ചേച്ചി പഫ് വെച്ച് പൗഡർ ഇടത്തുള്ളൂ. ഞാൻ ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ. രണ്ടാമത്തെ ചേച്ചി ഞാനും കൈ കൊണ്ടാട്ടോ. ഡൈ ചെയ്യാറായി, നരയൊക്കെ പൊങ്ങി വന്നിട്ടുണ്ട്. അതിപ്പോൾ പുറത്ത് പോകുമ്പോഴത്തേക്കും നമ്മുടെ ഡൈ സ്റ്റിക്ക് ഉണ്ടല്ലോ, സ്റ്റിക്കല്ല വേറൊരു സാധനം ഞാൻ കാണിച്ചതില്ല, പെട്ടെന്ന് റെഡി ആകാൻ വേണ്ടിയിട്ട് എല്ലാം ശേഖരിച്ച് വെച്ചോണം കേട്ടോ. ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഇത്രേ ഉള്ളൂ. ഈ പൊട്ട് വരുന്നിടത്ത് അലർജി വരുന്നതുകൊണ്ട് ഒരു ക്രീമുണ്ട്, അതിപ്പോൾ ഇന്നിപ്പം ചെയ്യുന്നില്ല.
നമ്മുടെ ഇവിടെ തരുന്നത് സ്റ്റിക്ക് കൊടുത്തുകൊണ്ട് വരാം. കണ്ടോ, ഇത് തൊട്ട് കഴിഞ്ഞ് നമ്മുടെ നര മറയ്ക്കാം, ഇരുന്ന് നര മറ. അപ്പൊ നമ്മള് നോക്കിക്കേ, ഇവിടെ എവിടെയൊക്കെ നരയുണ്ട് കേട്ടോ പിള്ളേരെ, അല്ലേ അമ്മേ? നര ഇവിടെ ഉണങ്ങാത്ത കൊണ്ടാട്ടോ ഇങ്ങനെ കിടക്കുന്നേ. ഇപ്പൊ കുളി കഴിഞ്ഞല്ലേ ഉള്ളൂ. താഴെ വരെ ഉണ്ട് കേട്ടോ, നമ്മളാരും വിചാരിക്കുന്ന പോലൊന്നും അല്ല. നോക്കൂ, ഉണ്ടോ ഉണ്ടോ? ചേട്ടന് ചിരി വരുന്നേ എന്റെ തലമുടി കണ്ടിട്ട്. ചിരിച്ചിട്ട് പോയി. ഇത് കണ്ടോന്ന് ചോദിച്ചപ്പോഴേ. അപ്പൊ ഇതാട്ടോ നമ്മുടെ സ്റ്റിക്ക്. ഇത് നോക്കിക്കേ പിള്ളേർ, ഇവിടെയൊക്കെ കണ്ടല്ലോ നിങ്ങൾ. എനിക്ക് ഇതിനകത്തോടൊന്നും പറ്റുന്നില്ല. എന്നാലും എൻ്റെ കൂട്ടുകാരെ കാണിച്ചില്ല പിന്നെ എന്തെന്നാ. നമ്മൾ പെട്ടെന്നൊക്കെ ഒന്ന് പോവുകയാണെങ്കിൽ പുറത്തൊക്കെ ഇറങ്ങുമ്പോൾ ഇതൊക്കെ മതിയെന്നേ. കാരണം മാസത്തിലൊന്ന് നമുക്ക് ഡൈ ചെയ്താൽ മതി, അത് തന്നെ കൂടുതലല്ലേ. എല്ലാ മാസവും ഡൈ ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മൾ ഇടയ്ക്ക് ശരിക്കും ഡൈ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ 10 ദിവസം പോലും നിൽക്കത്തില്ല. പക്ഷെ നമ്മൾ ഇതുപോലൊരു സാധനമൊക്കെ നമ്മൾ ഡ്യൂപ്ലിക്കേറ്റ് ഇതൊക്കെ മേടിച്ച് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെയൊക്കെ മറിച്ചുകൊണ്ട് പോകാം കേട്ടോ. അതുകൊണ്ട് എല്ലാവരും ഇതുപോലത്തെ സാധനങ്ങളൊക്കെ മേടിച്ച് വെക്കുക. ഇത് പെട്ടെന്ന് ഉണങ്ങും കേട്ടോ, കയ്യിലൊന്നും പിടിക്കത്തില്ല കേട്ടോ. അതോർത്ത് നിങ്ങൾ ടെൻഷൻ ആകണ്ട. ഇത് കണ്ടോ, ഇവിടൊക്കെ ഉണ്ട്. ഇങ്ങനെ അങ്ങോട്ട് ചീകി വെക്കുക. ഇതുണ്ടേ പിന്നെ നമുക്ക് പിന്നെ എന്തിൻ്റെ കുറവ്. കാരണം നമ്മുടെ നരയെ മറച്ച് കൊണ്ടുപോകാം ഇതുണ്ടെന്നുണ്ടെങ്കിൽ. ഇങ്ങനാണ്. ചേട്ടനോട് ഞാൻ പറയുവേ, മീശയ്ക്ക് ചിലപ്പം നര കണ്ടാൽ ഞാൻ പറയും ഇത് തേച്ചല്ല. അപ്പൊ എന്നോട് പറയും വേണ്ട, ഞാൻ നിന്നെയൊക്കെ പോലല്ല, ഞാൻ തുടച്ചങ്ങ് കളയുമെന്ന്. അറിയാതെ ഇത് തുടച്ചാലൊന്നും പോത്തില്ലെന്നേ. എന്നാലും ചേട്ടൻ പറയും വേണ്ടെന്ന് പറയും. അത് അങ്ങനെയാണ്, ഞാൻ പറയാനാന്ന് പറയും. അടിപൊളി സാധനം കേട്ടോ. ഇതെന്നാന്ന് ഞാൻ നിങ്ങൾക്ക് ഇന്നാൾ പറഞ്ഞു തന്നെ, ഇനി ഞാൻ പറയത്തില്ല കേട്ടല്ലോ. ഇനി പുതിയ ആൾക്കാരുണ്ടെ പറഞ്ഞുതരാം, അത്രേ ഉള്ളൂ. പഴയ ആൾക്കാർ ഇനി കേട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്നെ വെടി വെക്കുന്നതായിരിക്കും. ആണോ? അതെ, ഒരു ബ്ലൗസ് എടുക്കാൻ. ഇനി ഇവിടെയും കൂടെ ഉള്ളു കേട്ടോ. ഇത് ഞാനൊന്ന് കണ്ണാടി നോക്കി തേക്കട്ടെ, എന്നിട്ട് നമ്മുടെ ക്ലിപ്പിടും. അത്രേ ഉള്ളൂ കേട്ടോ. ഒന്നും മടക്കി കെട്ടുന്നില്ല കേട്ടോ, ഒന്നിങ്ങനെ ക്ലിപ്പിട്ട് വെക്കുക കേട്ടോ. ഇപ്പൊ ബാക്കിയും കൂടെ തേച്ചിട്ട് വരാം. ഇന്നങ്ങനെ നേരെ ഒരുങ്ങി ഞങ്ങൾ ഇങ്ങോട്ട് ടൗണിൽ കുറച്ച് സാധനങ്ങളുണ്ടായിരുന്നു കേട്ടോ മേടിക്കാൻ. അപ്പോൾ അത് മേടിക്കാൻ വേണ്ടിയിട്ട് വന്നതാണേ. അങ്ങനെ ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങി ടൗണിലൊക്കെ പോയി ഞങ്ങൾ 3 പേരും കൂടെ ഒന്നിച്ച് കേട്ടോ. അപ്പം ഞങ്ങളൊന്ന് ചോറ് കഴിക്കാം, ഊണ് കഴിക്കാൻ വേണ്ടി കയറിയേ. പുള്ളിയുടെ വർത്താനം കേട്ടിട്ട് തിരിച്ച് പണി വരുന്നു. പച്ചപ്പരലെന്നൊക്കെ ഞങ്ങൾ കേൾക്കുന്നത്. സംഭവം എന്തായിരുന്നു അടി? നമ്മളെ പുള്ളി എടി ലൈറ്റ് കത്തിയിട്ടുണ്ട്. ഇതിനിപ്പോഴത്തെ സുഖയുടെ ഇത് വീഡിയോ ഓൺ ചെയ്യുമ്പോൾ ഈ ലൈറ്റ് വരുക എന്നത് ആരോട് ചോദിക്കാൻ? അങ്ങനെ വരുന്നവരുടെ ചേട്ടന്റെ അങ്ങനെ വരും, ഒരു ഓപ്ഷൻ അങ്ങാണ്ടുണ്ട്, അത് മാറ്റിയിടുന്നത്. ചന്തുവിനോടൊന്നും ചോദിക്കാം, വൈകിട്ട് ചോദിക്കാം. ചേട്ടൻ അങ്ങനെ ഓണാക്കുമ്പോഴും അങ്ങനെ തന്നെ വരുമായിരുന്നു. അപ്പൊ പുള്ളി ഊണെടുക്കാൻ പോയപ്പോ ഇവള് പറഞ്ഞേ നമുക്കിനി വരുമ്പം ചോദിക്കാം പച്ചപ്പരലാണോ. ഞങ്ങൾ പറയാണ് പച്ചപ്പരല്. കുട്ടി മടുത്തിരിക്കുക എൻ്റെ കൊച്ചെ, ഞങ്ങൾക്ക് പരല് വറുത്ത വേണ്ടെന്ന്. അപ്പൊ അത് പറയുന്നുണ്ട് പരലല്ല, പിന്നെ ഇത് തന്നെ പറയുന്നുണ്ട് പരലാണ്. വരുമ്പോ ചോദിക്കുക എന്നാ സംഭവം എന്നുള്ളത് ഒന്നും മനസ്സിലാവുന്നില്ല. നിനക്ക് മനസ്സിലായോടി? എനിക്കോ? പച്ചപ്പരല് ചോദിക്കാം. എന്നാന്ന് ഞങ്ങൾ മനസ്സിലാവുന്നില്ല എന്നാന്നുള്ളത്. ചോറുണ്ട് അന്നും.
എന്നിട്ട് ചോറുണ്ട്. ഇത് കണ്ടോ, ഇത് തന്നെ ചോറ്. അങ്ങനെ ഞങ്ങൾ സംശയങ്ങൾ തീർത്തു കേട്ടോ. പരടം എന്നല്ല പറയുന്നവര്, പെരട്ട് മസാല. അതായത് കാന്താരി വെച്ചുള്ള മസാല, അതാണ് അവർ ഉദ്ദേശിച്ചത്. അപ്പം ഞങ്ങൾ പറഞ്ഞു എരിവ് ഭയങ്കരല്ലേ. കഴിഞ്ഞ ദിവസം ഞാനും ചേട്ടനും എല്ലാം കൂടി ഇവിടെ വന്ന് കാന്താരി ചിക്കൻ കൂട്ടിയിട്ട് പോയിട്ട് ഇവിടുന്ന് ജലദോഷം പിടിച്ച അവർ പിള്ളേരും ചേട്ടനും കൂടെ പോയത്. നമ്മൾ പിന്നെ ഇതൊന്നും കഴിക്കാത്തതുകൊണ്ട് ഞാൻ ടേസ്റ്റ് ചെയ്തില്ല. ഞാൻ നമ്മുടെ ചപ്പാത്തി മുട്ടക്കറിയായിരുന്നു അന്ന് കഴിച്ചത്. അപ്പം ഇപ്പം പുള്ളി പറഞ്ഞു നിങ്ങൾ ധൈര്യമായിട്ട് വാങ്ങിച്ചോ, എൻ്റെ പേരിൽ വന്നോളും പ്രശ്നം. അപ്പോൾ ഇവള് പറഞ്ഞു ഞങ്ങൾക്ക് ഒന്നാമത് എരിവൊന്നും ഒത്തിരി കൂട്ടാൻ മേല, ഒരു കുഴപ്പമില്ല, ടേസ്റ്റ് ചെയ്ത് നോക്കാൻ പറഞ്ഞ് പോയിട്ടുണ്ട് എടുക്കാൻ. ആദ്യം കൊണ്ട് പ്ലേറ്റ് വെച്ച് പിന്നെയാണ് മീൽസാന്ന് പറഞ്ഞത്. അപ്പം ഇല എടുത്തുകൊണ്ട് വരാമെന്ന് പറഞ്ഞ് പോയിട്ടുണ്ട്. അപ്പം ഭയങ്കര സന്തോഷം കേട്ടോ. ഞങ്ങളിന്ന് ഒത്തിരി നാളായി ഇങ്ങനെ ഒന്നിച്ച് കൂടിയിട്ടില്ലേടി, ഒത്തിരിയായി കൂടിയിട്ട്. അപ്പം കൂടിയതിൻ്റെ സന്തോഷ ത്രില്ലാണ് ഇപ്പോൾ ഇവിടെ വന്ന് കഴിക്കുന്നത് കേട്ടോ. അപ്പം നമ്മുടെ ചോറൊക്കെ വന്നു കേട്ടോ. ഇനി അടുത്തത് വരുന്നേ ഉള്ളൂ. ഞങ്ങളൊരു നമ്മുടെ കാന്താരി പെരട്ട് ഫ്രൈ പറഞ്ഞിട്ടുണ്ട്. അത് ഏത് വിധത്തിലാണെന്ന് അറിയത്തില്ല കേട്ടോ. അതെ വന്നിട്ടുണ്ട്. കണ്ടപോലെ കഴിച്ചോന്നും പറഞ്ഞ് തന്നിട്ടുണ്ട്. സംഭവം എങ്ങനെയാ സംഭവം ഞങ്ങൾ കഴിച്ച് നോക്കട്ടെ. അവൻ്റെ ഒരു കിടപ്പ്, അവൻ്റെ കിടപ്പ് കണ്ടിട്ട് തന്നെ നമുക്ക് അങ്ങോട്ട് പറ്റുന്നില്ല കേട്ടോ. സംഭവം എങ്ങനെയാന്ന് നോക്കട്ടെ കേട്ടോ. കൊള്ളാടി, സൂപ്പറായിട്ടുണ്ട്. അതിൻ്റെ അരപ്പ് ഞാൻ തൊട്ട് നോക്കിയപ്പം നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. എല്ലാരും ആദ്യം ഇങ്ങനെ 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 എന്ന് തൊട്ടുന്നു. നല്ല നോക്കി അല്ലേ, കൊള്ളാം കൊള്ളാം കേട്ടോ, ടേസ്റ്റ് ഉണ്ട്, കൊള്ളാം കൊള്ളാം. അത് കൊണ്ടുവന്ന് തന്നെ ആള് വളരെ വിഷമത്തോടു കൂടി പേടിച്ചിരിക്കുക കേട്ടോ. ഞങ്ങൾ വല്ലതും ഇപ്പൊ പറഞ്ഞില്ല, കൂട്ടി നോക്ക് എന്നിട്ട് പറയാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പം ഞങ്ങൾ കൂട്ടട്ടെ. സംഭവം ബഹുത്ത് അച്ചാ കേട്ടോ. കാരണം നല്ല എരിവ്, നല്ല പുളി, നല്ല ഉപ്പ്, നല്ല സമ കേട്ടോ. നന്നായിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ ചോറൂണെല്ലാം കഴിഞ്ഞ് ഇലയൊക്കെ മടക്കി കേട്ടോ. ഇല തുറന്നു കഴിഞ്ഞാൽ കുറച്ചൊക്കെ മിച്ചമുണ്ട്, അതുകൊണ്ട് കാണിക്കുന്നില്ല. നമ്മുടെ ഇതൊരു വിധത്തിൽ നമ്മൾ തീർത്തെന്ന് പറയാം. വേറെ വല്ല ഫ്രൈ ഒക്കെ ആണെങ്കിൽ മൊത്തം എങ്ങനെയെങ്കിലുമൊക്കെ തീർത്തേനെ കേട്ടോ. പക്ഷെ ഈ തലയൊന്നും കാണത്തില്ലായിരുന്നു. പക്ഷെ അത്ര ടേസ്റ്റ് ഉണ്ട്. പിന്നെ ഇനി ഒരു ജ്യൂസും കൂടെ കുടിച്ചു കഴിഞ്ഞാൽ തൃപ്തിയാവും കേട്ടോ. അങ്ങനെ ഞങ്ങൾ ചോറൂണെല്ലാം കഴിഞ്ഞ് പിന്നെ നമ്മളെ കണ്ടില്ലല്ലേ. ഞങ്ങൾ തിരിച്ച് വീട്ടിലോട്ട് പോന്നു. അവള് കിടങ്ങറയിലോട്ടും പോയി അല്ലേടി. അയ്യ ഇവളതേ പറയാണേ, ഞാനിരുന്ന് പറഞ്ഞു അവള് പെട്ടെന്ന് ഇത് തിന്നു തീർക്കുമെന്ന്. അങ്ങനെ വളത്തില്ലല്ലോ. അതെ മതി 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 എന്നിട്ട് പറയും മതി 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 രണ്ടെണ്ണം മതി. അടുത്ത് തന്നാമേ, ആവശ്യത്തിന് എടുത്തു മതിയെന്ന് പറയില്ലേ. അല്ലേ ശരിയല്ലേ. ഞങ്ങൾ തിന്നട്ടെ കേട്ടോ. മാങ്ങാപ്പഴം നമ്മുടെ അജിതാമ്മ മേടിച്ചതാ മാങ്ങാപ്പഴം. അല്ല ചേട്ടൻ തിന്നില്ലല്ലോ. അപ്പൊ ഞങ്ങൾ കഴിക്കട്ടെ കേട്ടോ. അങ്ങനെ നമ്മൾ ഇന്നൊരു പ്രഭാതം കൂടി വന്നു കേട്ടോ. ഞാൻ 2 ദിവസമായി വീഡിയോ ഇട്ടിട്ട് കേട്ടോ. അപ്പം 2 ദിവസത്തെ ഒന്നിച്ച് കുറച്ചൊക്കെ എടുത്തതൊക്കെ ഇടാൻ വേണ്ടിയിട്ടാണ് ഇരിക്കുന്നത്. അപ്പം നമ്മുടെ അജിക്കുട്ടി അവള് വായിക്കാത്തതുകൊണ്ടൊക്കെ വെച്ചിട്ടുള്ളൂ. ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞോളൂ കേട്ടോ. അതിന് പോവും, അവൾ വായൊക്കെ കഴുകാൻ വേണ്ടി പോകുന്ന രംഗമാണ് ഈ കാണുന്നത്. പാത്രം എല്ലാം കഴുകി വെച്ചു കേട്ടോ. അല്ലേടി, ഇപ്പം വരും കേട്ടോ. അങ്ങനെ എല്ലാ പാത്രവും കഴുകി എല്ലാം വെച്ചു. രാവിലെ ഞങ്ങൾക്ക് ഇഡലി സാമ്പാറും ചമ്മന്തി ആയിരുന്നേ. അപ്പം അമ്മയും കൂടി ഇനി കഴിച്ചാൽ മതി അല്ലേ, അമ്മയും കൂടെ കഴിച്ചാൽ മതി. ഇനിയിപ്പം ഈ ചുരിദാർ നല്ല രസമുണ്ടല്ലോ. അയ്യോ അതിനകത്തൊരു ചുമലയുണ്ടല്ലോ ഇടയ്ക്കിടയ്ക്ക്. ആണോ, നല്ല ചുരിദാറാ. വെള്ളം ഉണ്ടല്ലോ, മിനറൽ വാട്ടർ ഓടിരിപ്പുണ്ട്. അപ്പോൾ അവളിതാ ഇങ്ങനെ പരക്കം പഞ്ഞ് നടപ്പുണ്ട്. ഇനി പോകാൻ റെഡി ആവുക കേട്ടോ. ഇന്നത്തെ എല്ലാം കൂടെ വിശേഷങ്ങളല്ലേ. അപ്പോൾ ഹായ് ചേച്ചി, രഘുചേട്ടനും ഇറങ്ങാൻ പോകുന്നു.
അങ്ങനെ ഒരു ദിവസം മാത്രം ആകെ കിട്ടി. അങ്ങനെ ഒരു ദിവസം കൊണ്ട് വർത്താനം പറഞ്ഞ് തീർന്നിട്ടില്ല അല്ലേ അജു? കുഴപ്പമൊന്നുമില്ല. പോ ഇടണോ? ഞാൻ ഇടണോ? സുഖിച്ചില്ല, മുഖം കണ്ട അറിയാലോ, ക്ലിപ്പിട്ടത് പിടിച്ചിട്ടില്ല. അങ്ങനെ ഞാൻ എടുത്തരാം. എടാ പേരമ്മ ടാറ്റ പോവാന്ന്. ലോക്കിലൂണാ പേരമ്മ ടാറ്റ പോവാ. ആ സാജു വിചാരിക്ക. അപ്പം എല്ലാം സാജുവിനെ വിളിക്കും ആദ്യം. ഇവിടെ ബൈ മെസ്സേജ് വിട്ടാൽ ശരി. അപ്പൊ ചേച്ചിയും ചേട്ടനും പോയി. ഇന്നലെ രണ്ടാമത്തെ ചേച്ചിയും വന്നിട്ടുണ്ടായിരുന്നു. അവൾ അവിടുന്ന് തന്നെ പോയി. കാരണം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ രാജു ചേട്ടന് കഴിഞ്ഞ ഇടയ്ക്ക് മേലാതൊക്കെ വന്നില്ലായിരുന്നു. അപ്പൊ അവൾക്ക് ഇങ്ങോട്ട് വന്നാൽ പിന്നെ വൈകത്തില്ലേ, അതുകൊണ്ട് അവൾ അവിടുന്ന് തന്നെ പോയായിരുന്നു കേട്ടോ. കുറച്ച് നേരമൊക്കെ ഞങ്ങൾ എല്ലാവരും കൂടി വർത്താനൊക്കെ പറഞ്ഞ് ഹോട്ടലിൽ നിന്നൊക്കെ കഴിപ്പെല്ലാം കഴിഞ്ഞ് അവൾ അവിടുന്ന് പോയി. ഞങ്ങൾ രണ്ടുകൂടി ഇങ്ങോട്ട് മൂന്ന് തെണ്ടി തിരിഞ്ഞ് അവിടെ ഇവിടെ എല്ലാം കയറി കുറേ ചിരിക്കുകയും ചെയ്തു. അതിൻ്റെ കഥകളൊക്കെ ഒത്തിരി ഉണ്ട്. അതൊക്കെ പോട്ടെ. പിന്നെ നമ്മൾ ഇന്നത്തെ ചിപ്പിക്കൂൺ മേടിച്ചിട്ടുണ്ട്. അപ്പൊ ചിപ്പിക്കൂണ് തോരൻ വെക്കാന്ന് വിചാരിച്ചു കേട്ടോ. പിന്നെ എനിക്കൊന്ന് ആവി അടിക്കണം. ഇതാ നമ്മുടെ പൂട്ടുകുടം വെച്ചിട്ടുണ്ട്, പൂട്ടുകുടം. അപ്പം ഇത് നമുക്ക് എടുത്ത് തോരൻ വെക്കാം. അപ്പോഴേ നമ്മുടെ പവർ സപ്ലൈ ഇലക്ട്രിസിറ്റിക്കാര് കറണ്ട് കളഞ്ഞു. അപ്പം നമുക്ക് എന്താ ചെയ്യേണ്ടി? നമ്മുടെ മല്ലിപ്പൊടി, മുളക് പൊടി, അല്ലേ അമ്മേ? അല്ലേ രാജു? മൊബൈലില്ലാതാ പറഞ്ഞു. കറി വെക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല അല്ലേ? നമ്മുടെ അമ്മ പറയുന്നതിന് എന്നാ കുഴപ്പം? മല്ലിപ്പൊടി, മുളക് പൊടി, ഗരം മസാലയും എല്ലാം, കുരുമുളക് പൊടി, എല്ലാ സംഭവവും കൂടെ ഉണ്ടല്ലോ ഒന്ന് ചൂടാക്കുക. കരണ്ട് കളഞ്ഞില്ലേ, അതുകൊണ്ട് കൂണ് വെക്കുന്ന കൂണ് തോരൻ വെക്കാൻ പുതിയ രീതിയാട്ടോ. ചൂടൊക്കെ ആക്കിയിട്ട് കൂണ് തോരൻ വെക്കാനേ പുതിയ രീതിയാ. പിന്നെ നമ്മുടെ അടുത്താണോ കളി? കറണ്ട് ഇല്ല, നമ്മുടെ അടുത്താണോ കളി? നമ്മുടെ അടുത്ത് കളിക്കാനൊന്നുമില്ല. നമ്മുടെ കയ്യിൽ നിന്ന് പോയതേ ഉള്ളൂ എല്ലാം. ഇതിനെ എല്ലാം കൂടെ നന്നായിട്ട് ഒന്ന് ചൂടാക്കുക കേട്ടോ. സാധാരണ ചൂടാക്കി ആക്കിയിട്ട് നന്നായിട്ട് ഒന്ന് വറുത്ത് അരച്ചെടുക്കും ഞാന്. ഇതിപ്പോ അരയ്ക്കൊന്നുമില്ല. കണ്ടോ നിങ്ങളുടെ ജയ എന്നാ കാണിക്കാൻ പോകുന്നത്? കണ്ടോണം. എവിടെയും നമ്മൾ 4 കാലം നിന്നോണം. 4 കാലയിൽ എവിടെയും നിന്നോണം. ഇത് ചൂടാക്കി നന്നായിട്ട് ചൂടായി കഴിയുമ്പോ ഇതിനകത്തോട്ട് നമ്മൾ ശകലം വെള്ളം ഒഴിച്ച് ഒന്നുകൂടെ നല്ല ഞാൻ യൂട്യൂബ് പഠിക്കാട്ടോ. അമ്മമ്മയുടെ പൊട്ടത്തരൊക്കെ ഇരുന്ന് അടിച്ചു വിടുന്നു കേട്ടോ. അപ്പം ഇതിനെ നന്നായിട്ട് ചൂടാക്കിയിട്ടുണ്ടല്ലോ. ഇച്ചിരി വെള്ളം ഒഴിച്ച് കുഴച്ച പരുവത്തിലാകുമ്പം നമ്മുടെ കൂണും സബോള അരിഞ്ഞതും എല്ലാം കൂടി ഇട്ടിട്ട് ഉപ്പും ഇട്ടിട്ട് നമുക്ക് അവനെ അങ്ങോട്ട് അടച്ചിടാന്നേ. കാണിച്ചു തരാം കേട്ടോ. ഇത്ര ആക്കിയിട്ടൊക്കെ കാണിച്ചു തരാം. എന്നാ നമ്മളിവിടെ നല്ലായിട്ട് ഇതാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ കൂണിനെ അങ്ങോട്ട് നമ്മുടെ കുഞ്ഞിക്ക ചട്ടി അതെടുത്ത് നമ്മുടെ കൂണിനെ അങ്ങോട്ട് ഒരു 5-6 പ്രാവശ്യം കഴുകിതാട്ടോ. ഇതിനെ അങ്ങോട്ട് നമുക്ക് കൂണ് വൈറ്റമിൻ ആട്ടോ. എല്ലാരും പോയി കഴിച്ചോ. കൂണ് നല്ലതാ. എല്ലാവർക്കും ഒന്നും ഇഷ്ടമാകത്തില്ല. ഞങ്ങളൊക്കെ ഇഷ്ടമാകാൻ തുടങ്ങിയിട്ട് കുറച്ച് നാളെ ആയിട്ടുള്ളൂ കേട്ടോ. പണ്ടൊക്കെ ഇഷ്ടംമാതിരി ഞങ്ങള് പഴയ വീട്ടിൽ താമസിക്കുമ്പോഴത്തേക്കും അല്ലേ അമ്മേ? പഴയ വീട്ടിൽ താമസിക്കുമ്പോ കൂണില്ലായിരുന്നോ? ഉണ്ടായിരുന്നു. ഞങ്ങള് ഇങ്ങോട്ട് വന്ന് പറ, ഇവിടെ വന്ന് പറ. ഞാനും കൂട്ടത്തില്ലായിരുന്നു. ഇങ്ങോട്ട് വരാൻ ഇവിടെ പറ. ഓ ഇങ്ങോട്ട് വരാൻ. അല്ല പഴയ വീട്ടിൽ വെച്ചേ അവള് കൂട്ടത്തില്ലായിരുന്നു. ഇങ്ങോട്ട് നീങ്ങിക്ക്. അത്ര അടുത്തൊന്നും പോയി നിക്കണ്ട. കൂട്ടത്തില്ലായിരുന്നു. ഞാനും അച്ഛനും കൂട്ടും. അച്ഛനും
ഞാനും എന്റെ ഭർത്താവും. കൃഷ്ണേട്ടൻ 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 ആ കൃഷ്ണേട്ടൻ കൃഷ്ണേട്ടനുമായിട്ട് കൃഷ്ണേട്ടനും ഞാനും കൂടെ രാജമ്മയും കൂടെ കൂട്ടും. രാജുവും കൃഷ്ണേട്ടനും കൂടെ അതെ, കൂട്ടും. രണ്ടുപേരും കൂടെ ഭയങ്കര സ്റ്റൈലിൽ. പിള്ളേരൊന്നും 3 പേരും കൂട്ടത്തില്ലായിരുന്നു. ഞങ്ങൾക്കൊരു അറപ്പ് പോലായിരുന്നു. അതെ, ഒരു കിഴുകിഴുപ്പാന്ന് അത് പറഞ്ഞ്. തന്നെ, അത് തന്നെ. അല്ലേ? കിഴുകിഴുക്കാന്നും പറഞ്ഞുകൊണ്ട് കൂട്ടത്തില്ലായിരുന്നു. കിഴുകിഴുക്ക്. അപ്പം ആ കിഴുകിഴുക്കൊക്കെ മാറ്റണമെങ്കിൽ ഇപ്പൊ നമ്മൾ കൂട്ടും കേട്ടോ. ഞങ്ങൾക്ക് ഇഷ്ടം. പണ്ടത്തെ ഇടക്കാട്ടുമാലിയുടെ മുറ്റത്തുണ്ടല്ലോ ഇഷ്ടംമാതിരി കൂണുണ്ടായിരുന്നു കേട്ടോ. അങ്ങനായിരുന്നു. അപ്പൊ നമ്മൾ അരപ്പിനെടുത്ത് ഇങ്ങോട്ട് ഇട്ടിട്ട് ഒന്നിച്ച് ചേർത്ത് അങ്ങ് വെക്കാൻ പോട്ടെ. വെച്ചിട്ട് കാണാം. അപ്പൊ നമ്മുടെ കൂണിന് അടുപ്പത്തായി മത്തിയും മുട്ടയും കൂടെ ഇച്ചിരി ഇരിപ്പുണ്ടേ. അവനെ വറക്കാം. പിന്നെ നമുക്ക് ഈ തേങ്ങ എന്തിനാന്നറിയാവോ? ചേട്ടനെ ഞാൻ പറഞ്ഞു വിട്ടിട്ടുണ്ടേ, ചെമ്മീൻ ഉണ്ടെങ്കിൽ ചെമ്മീൻ അര മേടിക്കാൻ പറഞ്ഞു. അതായത് കരണ്ട് പോയേക്കുവാണ്. ചെമ്മീൻ അര മേടിക്കാൻ പറഞ്ഞത്. കരണ്ട് വരുവാണ്. ചെമ്മീൻ തീയൽ വെക്കാനാണ് ഈ തേങ്ങ. അഥവാ കരണ്ട് ഇല്ലെങ്കിൽ കുറിച്ചി വാങ്ങിക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഈ തേങ്ങ കുറിച്ചിപ്പീര വെക്കാം. പുളിശ്ശേരി ഉണ്ട്, കുറിച്ചിപ്പീരയുണ്ട്, കൂണും തോരനും ഉണ്ട്. അഥവാ കരണ്ട് വന്ന ചെമ്മീൻ തീയലും ഉണ്ട്, കൂണ് തോരനും ഉണ്ട്, മീൻ വറുത്തതും ഉണ്ട്. അപ്പൊ പുളിശ്ശേരി എടുക്കത്തില്ല. ഇതൊക്കെയാണ് നമുക്ക് പ്ലാനിങ് കേട്ടല്ലോ. അപ്പൊ നമ്മുടെ പ്ലാനൊക്കെ റെഡിയാക്കട്ടെ. അങ്ങനെ നമ്മുടെ കൂണ് തോരൻ റെഡിയായി കേട്ടോ. നല്ല ടേസ്റ്റായി. ഇത് മാത്രം മതി ചോറിന്. മീനും വറുത്ത് ശരിയായി. ഇനി ചട്ടി കഴുകണം. കൂണ് എടുത്തതിൻ്റെ വേവിച്ചതിൻ്റെ. ഇനി നമുക്ക് അപ്പോഴേ നമ്മൾ പറഞ്ഞ എന്തായിരുന്നു, കുറിച്ചിയില്ലായിരുന്നു, ചെമ്മീനും ഇല്ലായിരുന്നു. എനിക്ക് അതിലും ഇഷ്ടമുള്ള സാധനം കിട്ടിയത്. നല്ല അയലക്കുഞ്ഞിനെ കിട്ടി കേട്ടോ. അതാണേലും നമുക്ക് പീര വെച്ചാൽ മതിയല്ലോ. കണ്ട, നല്ല പച്ച അയലക്കുഞ്ഞാണേ. ഇനി കഴുകിയെടുക്കട്ടെ. അപ്പോൾ ദേ നമ്മുടെ അയലക്കുഞ്ഞും ചേട്ടൻ മേടിച്ചോണ്ട് വന്നാണ്. ഇതുണ്ടോ കുഞ്ഞയലക്കുഞ്ഞു കേട്ടോ. ഇതാ പീര വെക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഇവനെ അങ്ങോട്ട് വെക്കാം. അപ്പം നമ്മളിതാ ചേർത്ത് വെച്ചു കേട്ടോ. ചേർത്ത് വെച്ചു. ഇനി നമുക്ക് കരിവേപ്പിലയും കൂടി ഇടാം. കരിവേപ്പില എടുത്തില്ലായിരുന്നു. അപ്പം നമ്മുടെ ഉച്ച വരെയുള്ള പണികളെല്ലാം കഴിഞ്ഞു കേട്ടോ. കഴിഞ്ഞു. ഇനിയിപ്പം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ പണികളൊന്നുമില്ല. എല്ലാം കഴിഞ്ഞു കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമുക്ക് ഇവിടെ വെച്ച് നിർത്തിയേക്കാം. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവരും നമ്മുടെ ചാനലിനെ സപ്പോർട്ട് ചെയ്യുക. പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് നാളെ തന്നെ കാണാം. ടാറ്റാ.